കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി. വത്തിക്കാൻ പ്രഖ്യാപനത്തിലാണ് അതിരൂപതയായി ഉയർത്തിയത്. വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പാകും. ലതീഷ് ചേരുന്നു. ലതീഷ്, എന്തൊക്കെയായിരുന്നു ചടങ്ങുകൾ, മറ്റു വിശദാംശങ്ങൾ? ഷമ്മി, ചടങ്ങുകൾ കോഴിക്കോട് അതിരൂപത ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. വിവിധ ബിഷപ്പുമാർ അതിരൂപത ബിഷപ്പായി ഉയർത്തിയ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ, ആർച്ച് ബിഷപ്പായി ഉയർത്തിയ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ അനുമോദിച്ച് സംസാരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ അതിരൂപത ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. 3:30 കൂടിയാണ് വത്തിക്കാനിൽ നിന്നുള്ള പ്രഖ്യാപനം വന്നത്. ആ വത്തിക്കാൻ പ്രഖ്യാപനം കോഴിക്കോട് രൂപത ആസ്ഥാനത്ത് തലശ്ശേരി രൂപത ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയാണ് വായിച്ചത്. ഓശാന ഞായർ സമ്മാനമായാണ് നാം ഇതിനെ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെയാണ് പ്രഥമ ആർച്ച് ബിഷപ്പായി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. കോഴിക്കോട് ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിൽ ഇനി കണ്ണൂർ, സുൽത്താൻപേട്ട് രൂപതകൾ വരും. 102 വർഷം, കോഴിക്കോട് രൂപതയ്ക്ക് 102 വർഷം പിന്നിടുമ്പോഴാണ് അതിരൂപതയായുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ 3 ലത്തീൻ അതിരൂപതകൾ ആയി മാറുന്നു. വരാപ്പുഴ, തിരുവനന്തപുരം എന്നിവയാണ് മുമ്പുണ്ടായിരുന്നത്. വരാപ്പുഴ രൂപതയ്ക്ക് കീഴിലായിരുന്നു കോഴിക്കോട് ലത്തീൻ രൂപത പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ 2012 മുതൽ കോഴിക്കോട് രൂപത അധ്യക്ഷനാണ്. അദ്ദേഹം തൃശൂർ മാള സ്വദേശി കൂടിയാണ്. വിവിധ ബിഷപ്പുമാരും, താമരശ്ശേരി രൂപത ബിഷപ്പ്, അതേപോലെ തന്നെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് തുടങ്ങി വിവിധ രൂപത അധ്യക്ഷന്മാരും രൂപതയിൽ നിന്നുള്ള മറ്റു പ്രതിനിധികളും ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങ് കോഴിക്കോട് രൂപത ആസ്ഥാനത്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഷമ്മി, കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയിരിക്കുന്നു. ബിഷപ്പ് ചക്കാലക്കൽ, വർഗീസ് ചക്കാലക്കൽ പ്രഥമ ആർച്ച് ബിഷപ്പാകും. ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.